ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ 40ാമത്തെ ദിവസത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. നമുക്ക് ലൈവ് തൊട്ട് എപ്പിസോഡ് വരെയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. രാവിലെ തന്നെ ഒനിയിൽ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കണമെന്ന് പറയുന്നുണ്ട്. ലക്ഷ്മിയുടെ ആ ഇഷ്യൂ ഇല്ലേ ഇന്നലത്തെ, അത് തന്നെയാണ് കാരണം. പുള്ളിക്കാരൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ, സോ അതുകൊണ്ടായിരിക്കാം. പിന്നെ നടന്നത് ക്യാപ്റ്റൻസി നോമിനേഷൻ ആയിരുന്നു. അത് സാധാരണ പോലെ എല്ലാവരും കൂടെ തിരഞ്ഞെടുക്കുകയല്ല 3 പേരെ. നമ്മുടെ BB സർക്കസിലുണ്ടായിരുന്ന റിംഗ് മാസ്റ്ററും നമ്മുടെ നൂതില ചപ്പൽസിൻ്റെ മുതലാളിയായ നൂറയും കൂടെ 2 പേരെ തിരഞ്ഞെടുക്കുക, ഒരാൾ എല്ലാവരും കൂടെ തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു. അങ്ങനെ തിരഞ്ഞെടുത്തവർ എന്ന് പറയുന്നത് ഒനീൽ ആൻഡ് രേന ഫാത്തിമയാണ്. ഒനീലിനെയാണോ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നതെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാര്യം ഒനീലിനേക്കായി നന്നായി ടാസ്ക് കളിച്ചവർ വേറെയുണ്ട് വീക്കിലി ടാസ്കിൻ്റെ അകത്ത്. BB സർക്കസിൻ്റെ അകത്ത് രേന ഫാത്തിമ തന്നെയാണ്. അവസാന ദിവസത്തെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു, 4 കോയിനൊക്കെ കിട്ടി. മൂന്നാമതായിട്ട് എല്ലാവരും കൂടെ തിരഞ്ഞെടുത്തത് നമ്മുടെ ജിഷിനെയാണ്. നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ആളൊരു പാവത്താനാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായി. അതിൻ്റെ അത് പ്രവീണിന് ഒരു പോരായ്മയുണ്ട്. പ്രവീൺ പറയുന്നു, ഞാൻ നന്നായി ക്യാപ്റ്റൻ ആയിരുന്നു, ഞാൻ നന്നായി കിച്ചനെ മെയിൻറ്റെയിൻ ചെയ്തു, ഉള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു. ഈ എക്സ്പെക്റ്റേഷൻ ബിഗ് ബോസിൽ ഗുണം ചെയ്യില്ല എന്നാണ് എനിക്ക് പ്രവീണിനോട് പറയാനുള്ളത്. അതിനുശേഷം നമ്മുടെ ഒനീലിനെ പിന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. ഒനീൽ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ടാണ് 42 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത്. വീട്ടുകാരെ, അതായത് കുടുംബത്തിൽ പറഞ്ഞോ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒനീൽ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ഇത് ലാലേട്ടൻ വരുമ്പോൾ ഡിസ്കസ് ചെയ്യണമെന്നും ഒനീൽ അവിടെ സംസാരിക്കുന്നുണ്ട്. പിന്നെ നടന്നത് പണിപ്പുരയിലേക്കുള്ള ലക്ഷറി ടാസ്ക് ആണ്. ആകെ മൊത്തം 20 പോയിൻ്റാണ് ഉണ്ടായത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീക്കിലി ടാസ്കിൽ നിന്ന് കിട്ടിയ ഗോൾഡ് കോയിൻ നമ്മുടെ BB സർക്കസിലുള്ളവർക്ക് കൊടുത്ത് ആകെ 20 പോയിൻ്റാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് 18 പോയിൻറ്റിനാണ് ഷോപ്പ് ചെയ്തത്. അപ്പോൾ ആരും പറയുന്നുണ്ട്, ഈ കോയിൻ കൊടുക്കാതിരുന്നവരുണ്ടല്ലോ, ഈ വീക്കിലി ടാസ്കിൽ കോയിൻ കിട്ടിയിട്ട് BB സർക്കസിലേക്ക് കൊടുക്കാതിരുന്നവരുടെ റേഷൻ കട്ട് ചെയ്യണം, ലക്ഷറി ടാസ്കിൽ വരുന്നൊന്നും കൊടുക്കാൻ പാടില്ല എന്ന്. അതൊന്നും ഒരു ന്യായമല്ല. ഭയങ്കര കിഡിഷ് ആയിട്ടുള്ളൊരു സ്വഭാവമാണ് ഇപ്പം ആര്യൻ കുറച്ച് ദിവസങ്ങളായിട്ട്, അല്ലെങ്കിൽ തുടക്കം തൊട്ട് വേണമെങ്കിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. പിന്നെ നടന്നത് ജയിൽ നോമിനേഷൻ ആണ്. അതിൻ്റെ അകത്ത് ജിസൈലിനെയും ലക്ഷ്മിയാണ് തിരഞ്ഞെടുത്തത്. ലക്ഷ്മിനെ ഇന്നലത്തെ റീസൺ വെച്ചിട്ടാണ്, മസ്താനീൻ്റെ കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, ഊതി പെരുപ്പിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. ജിസൈലിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ബാത്റൂമിലാണ്, ബാത്റൂമിലെ ക്യാപ്റ്റനാണ്, പുള്ളിക്കാരി അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ബാത്റൂം വൃത്തിയല്ല എന്നുള്ളൊരു കാരണമാണ്. കൂടാതെ ഏത് സമയം കിച്ചണിലാണ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ ആര്യൻ ഒരു ബ്ലണ്ടർ ചെയ്തു. നമ്മുടെ ജിസൈലിൻ്റെ സങ്കടം കണ്ടിട്ട് ആര്യൻ പറയുന്നുണ്ട്, അക്ബറും ബിന്നിയും ആര്യനും എല്ലാം കൂടെ കൂടി ചേർന്നിട്ടുള്ള നോമിനേഷൻ ആയിരുന്നു ജിസൈലിനെ ചെയ്തത്. അപ്പോഴേക്കും എല്ലാവരും കൂടെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഇതൊരിക്കലും ശരിയല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ബിന്നിയും വരുന്നുണ്ട്. പിന്നെ അതൊരു സംസാരമായി. നമ്മുടെ ആര്യനൊരു കിഡിഷ് പരിപാടിയാണോ അതോ അറിവില്ലായ്മയാണോ എന്ന് മനസ്സിലാവുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാരക്ടറിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുമെന്ന് അക്ബർ അതിനുശേഷം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജിസയിൽ കരയാനുള്ള കാരണം അക്ബറാണ്. അക്ബർ പേരെടുത്തിട്ടു, അതും ലക്ഷ്മിക്ക് മുന്നേ എടുത്തിട്ടു. അപ്പോൾ അതാണോ ലക്ഷ്മിനേക്കാൾ വലിയ ഇഷ്യൂ എൻ്റെതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് അക്ബർ ക്ലാരിഫൈയും ചെയ്യുന്നുണ്ട്. ഈ മസ്താനി നോമിനേറ്റ് ചെയ്ത അക്ബറെയാണ്. അക്ബറെ നോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷേ എടുത്തിരുന്ന കാര്യങ്ങൾ, നമ്മുടെ അപ്പാണി പോകാനുള്ള കാരണം അക്ബറാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ കൂടാതെ അക്ബർ പിന്നെ അപ്പാണി പോയതിനു ശേഷം ഒരു ഗെയിമും കളിക്കുന്നില്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ വീക്കിലെ ടാസ്കിലൊക്കെ മസ്താനി അക്ബറിൻ്റെ വാലെ തൂങ്ങി പിടിച്ചാണ് ഗെയിം കളിച്ചത്, അല്ലാതെ മസ്താനി അവിടെ ഒന്നും കാണിച്ചിട്ടില്ല. പിന്നെ കൂടാതെ സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ സ്ത്രീകളോട് പെരുമാറുന്ന രീതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വളരെ ചീപ്പ് ഗെയിമാണ് കളിക്കുന്നത്. പ്രൊവോക്ക് ചെയ്യാനായിരിക്കും ചിലപ്പം, പക്ഷേ അക്ബർ അവിടെ പ്രൊവോക്ഡ് ആവുന്നില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് ലൈവിൽ സംഭവിച്ച ആദിലേൻ നൂറയുടെ ഒരു കോൺവെർസേഷനാണ് ഉച്ചയ്ക്ക് നടന്നത്. നമ്മുടെ ആദിലേനോട് കുറച്ചും കൂടെ എല്ലാവരുമായിട്ട് ഇൻവോൾവ് ആവാൻ നൂറ പറയുന്നുണ്ട്. പുള്ളിക്കാരി കുറച്ചും കൂടെ കൺട്രോൾഡ് ആയിട്ടാണ് ആദില നിൽക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ കയ്യിൽ നിന്ന് പോകുമെന്ന് ആദില പല പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞ എപ്പിസോഡിൽ അത് കാണിച്ചു. നമ്മുടെ ആദില കിടന്ന് ഉറങ്ങുമ്പോൾ ഈ നൂറയും അനുമോളും കൂടെ വന്നിട്ട് അനീഷിനെ വിളിച്ചെണീപ്പിച്ചിട്ട് പാത്രം കഴുകില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അവിടെ നിന്ന് ആദിലേൻ്റെ കൺട്രോൾ പോകുന്നുണ്ട്. അതിനുശേഷം ചെയ്തു കൂട്ടുന്ന ചെയ്തികൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന്. ഒന്നും നോക്കാതെ ഓരോ കാര്യങ്ങൾ, കൂറയായ തനി കൂറ എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന പോലെ നമുക്ക് ആദിലേനെ കാണാൻ സാധിച്ചു. ഈ അനുമോള് അവരുടെ ഇടയിൽ നിൽക്കുന്നത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അനീഷിനെ വിളിച്ചുകൊണ്ട് വന്നത്, ആ പ്ലാൻ കൊടുത്തത് അനുമോളാണ്. എന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടായത്, ഇവർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടായത് അനുമോൾ കാരണമാണ്. എന്നിട്ട് ബെഡ്ഡി കിടന്ന് പറയുന്നുണ്ട് എപ്പിസോഡിൽ, നിങ്ങൾ തമ്മിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ കാണാനുള്ള കുറേ പേര് ഇവിടെ ഉണ്ട് എന്ന്. ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ അതോ എങ്ങനെ ചെയ്യുന്നതാണെന്നും മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ആദിലയ്ക്കും നൂറയ്ക്കും പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ഈ അനുമോളോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്നതല്ല, പുള്ളിക്കാരി ചിലപ്പോൾ അറിയാതെ ചെയ്യുന്നതായിരിക്കാം. പക്ഷേ ആദില നൂറ എന്നുള്ള കണ്ടസ്റ്റൻസ്, അതും അവരൊരു പെയറാണ്. അപ്പം അവരോട് അവരുടെ ഇടയിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ അനുമോളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് പറയാനുള്ളത്. സോ ഇത്രയേ ഉള്ളൂ പറയാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.